ഒരു നല്ല വിശ്വാസി എപ്പോഴും നല്ലതായ സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കും. വിശ്വാസികൾ മാത്രമല്ല, ലോകത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതായ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് അവന് തൻ്റെ സഹജീവികളുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധം അഥവാ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയും. ഒരു നല്ല സുഹൃത്ത് ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ ഇപ്രകാരമാണ് സൗഹൃദങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ദൈവവചനം പറയുന്നതായ ഒരു കാര്യം, നല്ല സൗഹൃദങ്ങൾ നമ്മുടെ പരസ്പര പ്രോത്സാഹനവും കരുതലും ഉൾക്കൊള്ളുന്നതായിരിക്കണമെന്നാണ്. അതായത് നല്ല സുഹൃത്ത് ബന്ധങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ പരസ്പരം വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക, പരസ്പരം ഒരു കരുതലുണ്ടായിരിക്കുക എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ വേറൊരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, പലപ്പോഴും ഒരു സഹോദരനേക്കാൾ അടുപ്പം സൗഹൃദങ്ങൾക്കുണ്ടാകാം എന്നും ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നുണ്ട്. എന്നാൽ നാം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ബുദ്ധിപൂർവം നാം ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല സമയങ്ങളിലും മോശ സമയങ്ങളിലും നമ്മളെക്കുറിച്ച് ഒരു കരുതലുള്ള വ്യക്തിയും അതുപോലെ തന്നെ തൻ്റെ സൗഹൃദം വിശ്വസ്തതയോടുകൂടെ കാത്തു സൂക്ഷിക്കുന്നതായ വ്യക്തിയായിരിക്കണം. നേരെ മറിച്ച് ഒരു വിശ്വാസിയിൽ നിന്ന് നല്ല സമയത്തും മോശ സമയത്തും നാം മറ്റുള്ളവർക്ക് ഒരു നല്ല സുഹൃത്തുക്കളായി തീരുവാൻ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സൗഹൃദത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമെന്ന് പറയുന്നത് സന്നദ്ധതയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ചില സൗഹൃദങ്ങൾ ഉണ്ട്. ചില നല്ല സൗഹൃദങ്ങൾക്ക് ഉദാഹരണം ഒന്ന് ദാവീദും യോനാഥാനും തമ്മിലുള്ളതായ സൗഹൃദത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവരുടെ സൗഹൃദത്തിൽ വിള്ളൽ വീഴത്തക്ക നിലയിൽ സാഹചര്യങ്ങൾ ഇവർക്ക് പ്രതികൂലമായിട്ട് എഴുന്നേറ്റ് നിന്നു എങ്കിലും ഇവർ തമ്മിലുള്ളതായ സൗഹൃദം വളരെ ഊഷ്മളവും വിശ്വാസമുള്ള അല്ലെങ്കിൽ വിശ്വസ്തതയുമുള്ളതായ സൗഹൃദമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വേറൊരു ഉദാഹരണം, കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ളതായ ബന്ധം. അവൻ ഇനി അവരെ സഹോദരന്മാരെ എന്ന് വിളിക്കാതെ സ്നേഹിതന്മാരെ എന്ന് സംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു സ്നേഹിതനോടാണ് അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തിനോടാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നാം കടന്നു വന്ന് നാം അനുഭവിക്കുന്നതായ വേദനകൾ നമ്മിൽ തന്നെ ഒതുക്കി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറച്ചു വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നമുക്കൊരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ അറിയാതെ നാം ആ സുഹൃത്തിനോട് പങ്കുവെക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത കാലയളവിൽ സ്വർഗരാജ്യത്തെ പറ്റിയുള്ളതായ മർമ്മം, ആത്മീക ജീവിതത്തിൻ്റെ ആഴങ്ങളിലുള്ളതായ വെളിപ്പാട് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പങ്കുവെക്കുന്നതായ ഒരു നല്ല ഗുരുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതന്മാരെ എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
വേറൊരു നല്ല സൗഹൃദത്തിന് ഉദാഹരണമാണ് അബ്രഹാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. അതായത് വലിയവനായിരിക്കുന്ന ദൈവത്തിനോട് അബ്രഹാമിനുള്ളതായ ബന്ധത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴം ഈ ഒരു പദപ്രയോഗത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. വലിയവനായ ദൈവം പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ, തൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിൽ നിന്ന് താനത് മറച്ചു വെക്കാതെ അബ്രഹാമിനോട് താൻ ചെയ്യുവാൻ പോകുന്നതായ കാര്യത്തെ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു വലിയവനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആത്മീകരായ നാം നമ്മുടെ സൗഹൃദങ്ങളിൽ നാം വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം. അത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നത്, കരുതുന്നത് ആയിരിക്കണമെന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത്, നാം തെറ്റായ സുഹൃത്ത് ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ വേദനകൾ കൊണ്ടുവരുവാനും, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കൊണ്ടുവരുവാനും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമാധാനത്തെ എടുത്തു കളയുവാനും ഇടയാകുന്നു എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ തെറ്റായ സൗഹൃദത്തിൽ ചെന്ന് ചാടിയവരെ പറ്റി വചനം പറയുന്നുണ്ട്. അതിലുത്തമ ഒരു ഉദാഹരണമാണ് രെഹോബയാം രാജാവ്. തെറ്റായ കൂട്ടുകെട്ടുകളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ ചെന്ന് ചാടിയത് കൊണ്ട് തൻ്റെ അപ്പനായിരിക്കുന്ന ശലോമോൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന വൃദ്ധന്മാരോട് ആലോചന ചോദിച്ച് അവന് നല്ലൊരു ഉപദേശം കൊടുത്തു. ആ ഉപദേശത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് രെഹോബയാം എന്തു ചെയ്തെന്നറിയാമോ? വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ച് തന്നോട് കൂടെ വളർന്നവരായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന യൗവനക്കാരുടെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ യൗവനക്കാര് തൻ്റെ മുമ്പിൽ നിൽക്കുന്നവ തൻ്റെ സമപ്രായക്കാരായ യൗവനക്കാരുടെ ആലോചനയിൽ, അവരുടെ സുഹൃത്ത് ബന്ധത്തിൽ, അവരുടെ വലയിൽ അകപ്പെട്ടതായ ഈ മനുഷ്യൻ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ പിന്നീട് ഉണ്ടാകുന്നതായ ഭവിഷ്യത്തുകൾ തൻ്റെ ജീവിതത്തിൽ എന്തെന്നറിയാമോ? തൻ്റെ രാജ്യത്വം പോലും ഭീഷണിയുടെ മധ്യത്തിലായി തീരുവാനിടയായി തീർന്നു. അവൻ കഠിനമായി തൻ്റെ രാജ്യത്തുള്ള പ്രജകളോട് ഇടപെടുവാനിടയായി. കാരണം തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് ലഭിച്ചതായ തെറ്റായ ആശയം തൻ്റെ ഭരണതലത്തിൽ ഉപയോഗിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതവൻ്റെ ജീവിതത്തിൽ പരാജയം കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. അതവൻ്റെ ജീവിതത്തിൽ നാശം കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ തെറ്റായ സൗഹൃദങ്ങളിലാണ് ആത്മീകരായ നാം പലപ്പോഴും ചെന്ന് ചാടുന്നതെങ്കിൽ ഞാൻ പറയാം, ആ തെറ്റായ സന്ദേശങ്ങൾ, ആ തെറ്റായ സൗഹൃദങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി തീരും എന്ന് നാം മനസ്സിലാക്കുക. പലപ്പോഴും വേദപഠനമൊക്കെ കഴിഞ്ഞ് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന യൗവനക്കാരുടെ ഇടയിൽ പലരും ഇതുപോലുള്ളതായ സൗഹൃദങ്ങളിൽ ചെന്ന് ചാടുകയും തെറ്റായ ആലോചനകൾ ലഭിച്ച് ദൈവം അവരിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പദ്ധതികളിൽ നിന്ന് വ്യതിചലിച്ച് വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി പോയി ശുശ്രൂഷ നഷ്ടപ്പെട്ട സുശേഷ വേലയിൽ നിന്ന് പിന്മാറിപ്പോയ പലരും ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തെറ്റായ പ്രവചന ശബ്ദങ്ങൾ, തെറ്റായ ആലോചനകൾ, തെറ്റായ വഴികാട്ടികൾ, തെറ്റായ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം കൊണ്ടും വരുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനം
സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ജ്ഞാനിയോട് കൂടെ നടക്ക, നീയും ജ്ഞാനിയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം സുഹൃത്ത് ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ, നാം ആത്മീകമായ സൗഹൃദങ്ങൾ സ്ഥാപിക്കുമ്പോൾ ജ്ഞാനത്തോടുകൂടെ പെരുമാറേണ്ടത് വളരെ ആവശ്യമാണ്. വേറൊരു ഉദാഹരണമാണ് ആഹാബും ജെഹോശാഫാത്തും തമ്മിലുള്ളതായ സൗഹൃദം, ആവശ്യമില്ലാത്തതായ സൗഹൃദം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ നാം കാണുന്നത്, അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? യഹോശാഫാത്തും അതുപോലെ തന്നെ ആഹാബും തമ്മിലുള്ളതായ ബന്ധം അവൻ്റെ ജീവന് പോലും ഭീഷണിയായി തീരുവാനായിട്ടിടയായി തീർന്നു. ആ തെറ്റായ സൗഹൃദം തെറ്റായ രീതിയിലേക്ക് അവനെ നടത്തുവാനിടയായി തീർന്നു. ദൈവഹിതത്തിന് വിരുദ്ധമായി അവൻ എന്തു ചെയ്തു? പ്രവർത്തിക്കുവാനിടയായി തീർന്നു. തൽഫലമായിട്ട് നാം കാണുന്നത്, പടയിലകപ്പെട്ടതായ യഹോശാഫാത്ത് നിലവിളിക്കുവാനിടയായി തീർന്നു. ജീവന് പോലും ഭീഷണി വന്നു. അവൻ നിലവിളിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യഹോവ അവനെ സഹായിച്ചു, അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു എന്നുള്ളതാണ്. അപ്പം തെറ്റായ സൗഹൃദങ്ങൾ തെറ്റായ ആശയങ്ങളിലേക്ക് നമ്മെ നയിക്കും. തെറ്റായ സൗഹൃദങ്ങൾ നമ്മെ തെറ്റായ വഴികളിലേക്ക് നയിച്ച് ഒരുപക്ഷേ നമ്മുടെ ശുശ്രൂഷകൾ അവസാനിക്കുന്നതിനും ഒരുപക്ഷേ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായത്തക്ക നിലയിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയും. അതിപ്പം സൗഹൃദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണുമായിട്ടുള്ള സൗഹൃദമായിക്കോട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ സൗഹൃദങ്ങൾ, അത് ദൈവവചന പ്രകാരമല്ല എങ്കിൽ, ജ്ഞാനത്തോടുകൂടെയുള്ളതായ തിരഞ്ഞെടുപ്പുകളല്ല എങ്കിൽ ജീവിതത്തിൽ എന്തു ചെയ്യുമെന്നറിയാമോ? അത് പരാജയങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ഇതാണ്: നാം നമ്മുടെ ജീവിത നിലവാരം ഭദ്രതയോടുകൂടെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. നല്ല ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ നാം ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നല്ല സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പലപ്പോഴും നമുക്ക് എന്തു ചെയ്യും? പ്രോത്സാഹനത്തിനും കരുതലിനും ഇടയാകുമെന്നുള്ള കാര്യം തിരിച്ചറിയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, നമ്മുടെ സൗഹൃദങ്ങളെ ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ വിലയിരുത്തുക. ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിക്കേ. മുൻകാലങ്ങളിലുണ്ടായ പല തെറ്റായ സുഹൃത്തുക്കളിൽ നിന്നുള്ളതായ സന്ദേശങ്ങൾ നമ്മെ തെറ്റായ വഴികളിലേക്ക് നയിച്ച് ജീവിതത്തിൽ പല പരാജയങ്ങൾക്കും വേദനകൾക്കും അത് മുഖാന്തരമാക്കി പിന്നെയും ചെന്ന് തെറ്റിൽ ചാടുവാൻ ശ്രമിക്കാതെ നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ച് ഒരു നല്ല സുഹൃത്തായി നല്ല സൗഹൃദങ്ങളിലൂടെ ആത്മീക ജീവിതത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് വിജയപ്രദമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.